നമസ്കാരം. ചർച്ചുകൾ ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുവിശേഷം പ്രഘോഷിക്കുന്നത് തടയുന്ന നിയമം ഇസ്രായേൽ പാസാക്കില്ല എന്ന് ക്രൈസ്തവർക്ക് ഉറപ്പു നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഭിന്നശേഷിയുള്ളവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച 92 വയസ്സുള്ള കന്യാസ്ത്രീക്ക് അമേരിക്കൻ ബഹുമതി. ഫ്രാൻസിസ് പാപ്പായ്ക്ക് സമ്മാനമായി പത്രോസിന്റെ പായ്ക്കപ്പൽ. നൂലിഴകളിൽ മദർ തെരേസയുടെ ഛായാചിത്രം തീർത്ത വിൻസെന്റിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 4ാമത് അന്താരാഷ്ട്ര മിഷൻ കോൺഗ്രസിന് തൃശൂരിൽ തിരിതെളി. വാർത്തകൾ വിശദമായി. തന്റെ സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസ്രായേലി സർക്കാരോ രാജ്യത്ത് സുവിശേഷം പ്രഘോഷിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം പാസാക്കാൻ പോകുന്നില്ലെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രായപൂർത്തിയാകാത്തവരെ മതം മാറ്റുന്നതും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതും കുറ്റകരമാക്കുന്ന ബിൽ യുണൈറ്റഡ് തോറ ജൂദായിസത്തിന്റെ MK മോഷെ ഗാഫ്തി അവതരിപ്പിച്ചതിനെ തുടർന്ന് ആശങ്കയേറിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ക്രൈസ്തവർക്ക് ഈ ഉറപ്പ് നൽകിയത്. യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഹീബ്രു ഭാഷയിലുള്ള ഓൺലൈൻ വീഡിയോകളുടെ പ്രചരണവും ഗാഫ്നിയുടെ ബില്ലിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതേസമയം ഏറ്റവും ചുരുങ്ങിയത് 6 പ്രാവശ്യമെങ്കിലും ഈ ബിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ബിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കുറഞ്ഞ പിന്തുണ പോലും ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. വളരെ കുറച്ച് ഇസ്രായേലി നിയമസാമാജികർ മാത്രമേ ഈ ബില്ലിനെ അനുകൂലിക്കുന്നുള്ളൂ എന്നതിനാൽ ഈ ബിൽ നിർദ്ദേശഘട്ടത്തിനപ്പുറം പോകാറില്ല. അതേസമയം വിശുദ്ധ നാട്ടിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്ര യഹൂദവാദികളുടെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സഭാ നേതൃത്വം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ബിൽ പിൻവലിച്ച ശേഷമാണ് നെതന്യാഹു സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രൈസ്തവർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ ടുഡേ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനോട് മുൻപ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഇസ്രായേലിനോടുള്ള മനോഭാവം മാറ്റുന്നതിൽ ഇസ്രായേൽ അനുകൂല ക്രൈസ്തവ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ക്രൈസ്തവ സംരക്ഷണം ഉറപ്പു നൽകാൻ ഇതും കാരണമായിട്ടുണ്ടാകാമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച 92 വയസ്സുള്ള കത്തോലിക്ക സന്യാസിനി സിസ്റ്റർ റോസ്മേരി കൊണേലിക്ക് ഇക്കൊല്ലത്തെ ലെറ്റാറെ മെഡൽ. അമേരിക്കയിലെ ഇന്ത്യാനയിലെ നോട്ടർഡാം സർവകലാശാല വർഷം തോറും നൽകിവരുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയാണ് ലെറ്റാറെ മെഡൽ. ഗോൾഡൻ റോസ് എന്ന പേപ്പൽ ബഹുമതിയുടെ അമേരിക്കൻ പ്രതിരൂപമായിട്ടാണ് സർവകലാശാല ഈ ബഹുമതി നൽകിവരുന്നത്. ജനിച്ച് അധികം മാസങ്ങൾ പോലും തികയാത്ത കുഞ്ഞുങ്ങൾ മുതൽ 60 വയസ്സുള്ളവർ വരെ ഭിന്നശേഷിക്കാരായവർക്ക് അഭയം നൽകുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന ഷിക്കാഗോയിലെ മിസറിക്കോർഡിയ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ ചെയർവുമനാണ് സിസ്റ്റർ റോസ്മേരി. 1969 എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് സിസ്റ്റർ ഈ ഫൗണ്ടേഷനിൽ ചേരുന്നത്. സിസ്റ്ററുടെ മേൽനോട്ടത്തിൽ ഈ ഫൗണ്ടേഷൻ 600-ലധികം കുട്ടികൾക്കും പ്രായപൂർത്തിയായവർക്കും പുറമെ 140ഓളം കുടുംബങ്ങൾക്കും താങ്ങും തണലുമായി മാറിക്കഴിഞ്ഞു. നോട്ടർഡാം സർവകലാശാലയുടേത് ഉൾപ്പെടെ 9ഓളം ഹോണറ്ററി ബിരുദങ്ങൾ സിസ്റ്റർക്ക് ലഭിച്ചിരുന്നു. കുടിയേറ്റക്കാരായ ഐറിഷ് ദമ്പതികളുടെ 6 മക്കളിൽ ഒരാളായി ഷിക്കാഗോയിലാണ് സിസ്റ്റർ റോസ്മേരിയുടെ ജനനം. 19ാമത്തെ വയസ്സിലാണ് റോസ്മേരി സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസ സമൂഹത്തിൽ ചേരുന്നത്. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ നേട്ടങ്ങൾ ലഭിച്ചതെന്ന് സിസ്റ്റർ റോസ്മേരി സാക്ഷ്യപ്പെടുത്തി. 1783 സ്ഥാപിതമായ ലാറ്ററെ മെഡൽ ഓരോ വർഷവും ലെത്താരെ സൺഡേ എന്നറിയപ്പെടുന്ന നോമ്പുകാലത്തെ 4ാമത്തെ ഞായറാഴ്ചയാണ് പ്രഖ്യാപിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി, ഡൊറോത്തി ഡേ, മുൻ സ്പീക്കർ ജോൺ ബോയ്നർ, കർദിനാൾ ജോസഫ് ബെർണാഡിൻ, സിസ്റ്റർ നോർമ പിമെന്റൽ, നടൻ മാർട്ടിൻ ഷീൻ തുടങ്ങിയവർ ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളവരാണ്. നൂലിഴകൾ കൊണ്ട് മദർ തെരേസയുടെ ഛായാചിത്രം തീർത്ത തൃശൂർ സ്വദേശി വിൻസെന്റ് പല്ലിശ്ശേരിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. 10 അടി നീളത്തിലും വീതിയിലുമായി വൃത്താകൃതിയിലുള്ള ക്യാൻവാസ് ബോർഡിൽ 3500-ൽ പരം നൂലിഴകൾ കൊണ്ട് നിർമ്മിച്ച ചിത്രം ലാർജസ്റ്റ് പിൻ ആൻഡ് ത്രെഡ് ആർട്ട് കാറ്റഗറിയിലാണ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഇറാഖ് സ്വദേശി സയ്യിദ് ബാഡൂണിൻ്റെ പേരിലുള്ള 6.5 അടി വലിപ്പമുള്ള ചിത്രത്തിൻ്റെ റെക്കോർഡാണ് വിൻസെന്റ് മറികടന്നത്. 2022 സെപ്റ്റംബർ 9 രാവിലെ 8 ആരംഭിച്ച് ഉച്ചയ്ക്ക് 3 വരെ തുടർച്ചയായി 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നൂലിഴ ചിത്രം പൂർത്തീകരിച്ചത്. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലെ അധ്യാപകനും നെടുമ്പോൾ പല്ലിശ്ശേരി വീട്ടിൽ പരേതനായ ലോനപ്പൻ്റെയും അന്നമ്മയുടെയും മകനുമാണ് അനോമോർഫിക് ആർട്ടിസ്റ്റ് കൂടിയായ വിൻസെന്റ്. അനോമോർഫിക് ആർട്ടിൽ 2018 URF ഏഷ്യൻ റെക്കോർഡ് നേടിയിട്ടുണ്ട്. 67 വർഷത്തെ ഗിന്നസ് റെക്കോർഡ് ചരിത്രത്തിലെ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിക്കുന്ന 60ാമത്തെ മലയാളിയാണ് വിൻസെന്റ്.
അന്താരാഷ്ട്ര നയതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് അപ്പോന്തേ കുടുംബം നിർമ്മിച്ച പായ്ക്കപ്പൽ ഫ്രാൻസിസ് പാപ്പായ്ക്ക് സമ്മാനിച്ചു. ഗോൾഫ് കടലിൽ സ്വതന്ത്ര ജല ഗതാഗതത്തിനായുള്ള കമ്പനി മുൻകൈയെടുത്ത് പരമ്പരാഗത രീതിയിൽ പൂർണ്ണമായും കൈകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പത്രോസിന്റെ ബോട്ട് എന്ന് പേരിട്ട ഈ പായ്ക്കപ്പൽ 1986 ഗലീലിയ കടലിനടിയിൽ കണ്ടെത്തിയ ബോട്ടിന്റെ അതേ ആകൃതിയിലും നീളത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോൾ ആറാമൻ ശാലയ്ക്ക് സമീപത്തായാണ് ഈ പായ്ക്കപ്പൽ എത്തിച്ചിരിക്കുന്നത്. പുരാതന ഇന്റർലോക്ക് രീതിയിൽ തടികൾ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ഈ ബോട്ട് ആപ്പയ മരപ്പണി വിദഗ്ധരാണ് തയ്യാറാക്കിയത്. ബുധനാഴ്ചകളിൽ പതിവുള്ള പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപായി മാർച്ച് 15 ബുധനാഴ്ചയാണ് പാപ്പയ്ക്ക് ഈ പായ്ക്കപ്പൽ സമ്മാനമായി നൽകപ്പെട്ടത്. ഗോവ ഗവർണറും എഴുത്തുകാരനുമായ PS ശ്രീധരൻപിള്ളയെ അമേരിക്കയിലെ ഫ്ലോറിഡ ആസ്ഥാനമായുള്ള ലോഗോസ് യൂണിവേഴ്സിറ്റി ഡി.ലിറ്റ് നൽകി ആദരിച്ചു. നിയമരംഗത്തിന് വിശേഷിച്ചും നിയമഗ്രന്ഥങ്ങളുടെ രചനകളിലൂടെ നിയമമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഡി.ലിറ്റ് നൽകിയത്. 192 ഗ്രന്ഥങ്ങളുടെ കർത്താവായ PS ശ്രീധരൻപിള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 30ഓളം നിയമഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗോവ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗുഡ്നസ് TV എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ അലക്സ് ചാലങ്ങാടി VC അധ്യക്ഷത വഹിച്ചു. is a multi-splendored genius and an all-accepted leader with a difference irrespective of political colors of the flag. He is exceptionally unique. There is hardly any area where he has not made an indelible mark of accomplishment. ഗോവ ദാമൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറൌ, പത്മശ്രീ ബ്രഹ്മേശാനന്ദ സ്വാമിജി, ലോഗോസ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിലെ പ്രതിനിധിയും കോർഡിനേറ്ററുമായ ഡോക്ടർ സുശീൽ കുമാർ ശർമ്മ, രാജ്ഭവൻ സെക്രട്ടറി ശ്രീ MRM റാവു IAS, ഡോക്ടർ അനിൽ മാത്യു, അജി വർക്കല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. One foreign journalist asked that question, what is the greatest contribution of India to the world? Then his answer was India's spirituality. Then our national leaders given explanation to that. Our spirituality means not confined to any school of thought, any faith, but collective contribution of all religions. That is the interpretation given by even the present our Indian Prime Minister. An experienced politician rising to be the president of the Kerala State BJP, a philanthropist to the core, an orator of renown, and above all, a truly prolific writer in 2 languages, English and his mother tongue, Malayalam. ജനിക്കാനാകാത്തവരുടെ സ്വരം എന്ന് പേരിട്ട ദേവാലയമണി ഫ്രാൻസിസ് പാപ്പ ആശീർവദിച്ചു. ആഫ്രിക്കയിലെ സാംബിയ രാജ്യത്തിന് ജീവിതത്തിന് സ്വാഗതമേകുക എന്ന സംഘടന സംഭാവനയായി നൽകിയ മണിയാണ് ഇത്. ജീവനെ മാനിക്കാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു സംരംഭം നടന്നത്. സാംബിയയുടെ തലസ്ഥാനമായ ലുസാക്ക അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആലിക് ബാന്ത, ബോദ്ഗാൻ റൊമാനിയുക് എന്ന പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷൻ എന്നിവരും ചടങ്ങിൽ സന്നിധരായിരുന്നു. മാർച്ച് 22 ബുധനാഴ്ച പൊതുകൊടി കാഴ്ചയ്ക്ക് മുമ്പായി ഫ്രാൻസിസ് പാപ്പ ആശീർവദിച്ച ഈ ദേവാലയമണി ലുസാക്കയിലെ ഉണ്ണീഷോ കത്തീഡ്രലിലേക്കും പിന്നീട് സാംബിയയിലെ വിവിധ നഗരങ്ങളിലേക്കും കൊണ്ടുപോകും. മാർച്ച് 25 ശനിയാഴ്ച ആഘോഷിക്കപ്പെടുന്ന മംഗളവാർത്ത തിരുനാളിനെ അനുസ്മരിക്കുകയും അന്നേ ദിവസം പോളണ്ടിൽ ആഘോഷിക്കപ്പെടുന്ന ജീവിത വിശുദ്ധിയുടെ ദിനത്തെ പരാമർശിക്കുകയും ചെയ്തിരുന്നത് പാപ്പ മുമ്പ് അനുസ്മരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന് സ്വാഗതമേകുക എന്ന സംഘടന ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയും മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട പ്രതീകമായി ജനിക്കാത്തവരുടെ സ്വരം എന്ന് പേരിട്ടിരിക്കുന്ന ദേവാലയമണി സാംബിയയ്ക്ക് നൽകിയതിനെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞിരുന്നു. പോളണ്ടിലും ഉക്രൈനിലും തെക്കേ അമേരിക്കൻ രാജ്യമായ ഇഡോറിലും ഇതുപോലെയുള്ള ദേവാലയമണികൾ ഇതിനോടകം എത്തിച്ചിട്ടുണ്ട്.
ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ഇന്റർനാഷണൽ GGM മിഷൻ കോൺഗ്രസ് തൃശൂർ ജെറുസലം റിട്രീറ്റ് സെന്ററിൽ 2023 ഏപ്രിൽ 19 മുതൽ 23 വരെ നടക്കും. കേരള സഭാ മക്കളിൽ മിഷൻ ചൈതന്യം സൃഷ്ടിക്കാനായി കേരളത്തിന് അകത്തും പുറത്തുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെയും മിഷൻ സഭാ വിഭാഗങ്ങളെയും മിഷൻ പ്രവർത്തകരെയും ഒരു കുടക്കീഴിൽ പരിചയപ്പെടുത്തുന്നു എന്നതാണ് GGMന്റെ ഏറ്റവും വലിയ സവിശേഷത. മിഷനെ അറിയുക, മിഷനെ സ്നേഹിക്കുക, മിഷനെ വളർത്തുക എന്നതാണ് ഫിയാത്ത് മിഷൻ ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യം. കോവിഡിന്റെ സാഹചര്യമായതിനാൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ GGM നടത്താൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ മിഷൻ പരിപാടികളാണ് 2023 വർഷത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ടായിരിക്കും പരിപാടികൾ. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായി 20ഓളം ബിഷപ്പുമാർ മിഷൻ കോൺഗ്രസിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മുൻ വർഷങ്ങളിലെ പോലെ രാജ്യത്തിന്റെ വിവിധ മിഷൻ പ്രദേശങ്ങളെ പരിചയപ്പെടുത്തുന്ന മിഷൻ എക്സിബിഷൻസ്, മിഷൻ ധ്യാനങ്ങൾ, മിഷൻ ഗ്യാതറിംഗ്സ് എന്നിവയെല്ലാം 4ാമത് GGM മിഷൻ കോൺഗ്രസിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഫിയാത്ത് മിഷന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മാസം 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ തൃശൂർ, തലോർ, ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഇന്റർനാഷണൽ മിഷൻ കോൺഫറൻസ് നടത്തുന്ന കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ലോകത്തെ മുഴുവനും സുവിശേഷവൽക്കരിക്കാനുള്ള ഈശോയുടെ കൽപ്പന നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. നിങ്ങളെല്ലാവരെയും ഈ മിഷൻ കോൺഫറൻസിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കഷ്ടതകൾ, അവർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഇവയൊക്കെയും അടുത്ത് മനസ്സിലാക്കാനും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളുടെ പരിമിതിയിൽ എങ്ങനെ ഒരു മിഷണറിയായി പ്രവർത്തിക്കാനും മിഷണറിമാരെ സഹായിക്കാനും പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ ലഭിക്കുന്നതിന് ഈ മിഷൻ കോൺഫറൻസ് സഹായകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും മിഷൻ ചൈതന്യത്തിൽ വളരുവാൻ ഈ കോൺഫറൻസ് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലെ മെത്രാൻ സമിതികൾ ചേർന്നുള്ള കമ്മീഷന്റെ പുതിയ പ്രസിഡന്റായി ഇറ്റലിയിൽ നിന്നുള്ള ബിഷപ്പ് മരിയാനോ ക്രൊച്ചാത്തിയെ യൂറോപ്യൻ മെത്രാൻ സമിതികളുടെ പ്രതിനിധികൾ തിരഞ്ഞെടുത്തു. മാർച്ച് 22 ബുധനാഴ്ച റോമിൽ വെച്ച് നടന്ന യൂറോപ്യൻ യൂണിയൻ മെത്രാൻ സമിതികളുടെ കമ്മീഷൻ പ്രതിനിധികളാണ് 70-കാരനായ ബിഷപ്പ് ക്രൊച്ചാത്തിയെ തിരഞ്ഞെടുത്തത്. ഇതുവരെ ഈ സ്ഥാനം വഹിച്ച ഈശോ സഭാംഗമായ കർദിനാൾ ഷാൻ ക്ലോദ് ഹൊളറഹിന് പകരമായാണ് 2023 മുതൽ 28 വരെ 5 വർഷത്തേക്ക് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം 4 ഉപാധ്യക്ഷന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടു. 2017 മുതൽ യൂറോപ്യൻ യൂണിയൻ മെത്രാൻ സമിതികളുടെ കമ്മീഷനിലേക്കുള്ള ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ പ്രതിനിധിയായി തുടരുകയായിരുന്നു ബിഷപ്പ് കൊച്ചാത്ത. 2018 മുതൽ പ്രഥമ ഉപാധ്യക്ഷനായി അദ്ദേഹം സേവനം ചെയ്തു വരികയായിരുന്നു. തന്നെ ഈ പുതിയ നിയോഗം ഏൽപ്പിച്ചവർക്ക് നന്ദി പറഞ്ഞ ലത്തീൻ രൂപത അധ്യക്ഷൻ ഇപ്പോൾ യൂറോപ്പും സഭയും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഒരുമയും ഐക്യവും ഏറെ ആവശ്യമുള്ള ഒരു സമയമാണിതെന്നും അഭിപ്രായപ്പെട്ടു. നിക്കരാഗോയും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം താൽക്കാലികമായി നിർത്തിവെച്ചതായി നിക്കരാഗോൻ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ച വത്തിക്കാൻ നിക്കരാഗോയിലെ എംബസി അടച്ചു. ഒറ്റേക ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരെ വർഷങ്ങളായി നടത്തിയ അടിച്ചമർത്തലിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഈ തീരുമാനം. ഒർട്ടഗയുടെ ഭരണകൂടം കാരിത്താസ് നിക്കരാഗുവ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ നയതന്ത്ര ദൗത്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള അഭ്യർത്ഥന. കൂടാതെ 7 സർവകലാശാലകൾ അടച്ചുപൂട്ടി. അവയിൽ 2 കത്തോലിക്ക സഭയുമായി ബന്ധമുള്ള ജോൺ പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റിയും ഓട്ടോണമസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയുമായിരുന്നു. മനാഗോയിലെ വത്തിക്കാൻ പ്രതിനിധി മോൺസിഞ്ഞോർ മാർസേൽ ദിയൂഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിക്കരാഗുവ വിട്ടു. ഇതോടെ വത്തിക്കാനുമായി ഔപചാരിക നയതന്ത്ര ബന്ധമില്ലാത്ത 13 രാജ്യങ്ങൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. വടക്കൻ അറേബ്യയുടെ പുതിയ അപ്പസ്തോലിക് വികാരിയായി നിയമിതനായ മോൺസിഞ്ഞൂർ ആൽഡോ ബെറാർഡിയോയുടെ മെത്രാഭിഷേകവും സ്ഥാനാരോഹണവും മാർച്ച് 18 ശനിയാഴ്ച ബഹ്റൈനിലെ അവാലിയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിൽ വെച്ച് നടന്നു. പരിശുദ്ധ സിംഹാസനത്തിലെ മതാന്തര സംവാദങ്ങളുടെ ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ മിഗോൽ ഏഞ്ചൽ ആയിസോ ഗിക്സോട്ട് ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് യൂജിൻ ന്യൂജൻ, വടക്കൻ അറേബ്യയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് പോൾ ഹിൻഡർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കർദിനാളിനും 6 ബിഷപ്പുമാർക്കും പുറമെ 80 വൈദികരും നിരവധി സന്യാസിനികളും 2500ഓളം വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. 2020 ഏപ്രിൽ 12 അന്തരിച്ച വടക്കൻ അറേബ്യയുടെ പ്രഥമ അപ്പസ്തോലിക വികാർ ബിഷപ്പ് കാർമിലോ ബല്ലിന്റെ പിൻഗാമിയായി ഇക്കഴിഞ്ഞ ജനുവരി 28 മോൺസിഞ്ഞോർ അൾഡോ ബെരാർഡി നിയമിക്കപ്പെട്ടത്. ഫ്രാൻസിലെ ലോങ്വില്ലെ ലെസ് മെറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം. 2007 മുതൽ 2010 വരെ മോൺസിഞ്ഞോർ അൾഡോ ബെരാർഡി മനാമയിലെ സേക്രഡ് ഹാർട്ട് ഇടവകയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വടക്കൻ അറേബ്യയുടെ അപ്പസ്തോലിക് വികാരിയത്ത്. മലയാളികളടക്കം 10,000-കണക്കിന് വിശ്വാസികളാണ് നോർത്തേൺ അറേബ്യയുടെ വികാരിയത്തിന് കീഴിലുള്ളത്. ഇതോടെ ചർച്ച് ബെൽ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി.